യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. യേശുകർത്താവ് തന്നെ ഒരു മുന്തിരിവള്ളിയായിട്ട് ഉപമിക്കുന്നു. പിന്നീട് നമ്മൾ വായിച്ചറിയാം, അതിന്റെ ശാഖകൾ ശിഷ്യന്മാരാണ്, തോട്ടക്കാരൻ പിതാവാണ്, ഫലം കായ്ക്കുക എന്നുള്ളതാണ് പർപ്പസ്. അതെല്ലാവർക്കും അറിയാം. മുന്തിരിവള്ളി നടുന്നത്, മുന്തിരി കൃഷി ചെയ്യുന്നതിനാണ്, ഫലത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഫലം തരാത്തതിനെ നീക്കിക്കളയും, ഫലം തരുന്നതിന് ചെത്തിയൊരുക്കും, ചെത്തി വെടിപ്പാക്കും. അപ്പൊ ചെത്തുക എന്ന് പറയുമ്പോൾ തന്നെ വിശ്വാസികൾക്കൊരു പേടിയാണ്. പക്ഷേ മറുവശം നോക്കണം, ഫലമില്ലെങ്കിൽ നീക്കിക്കളയാം, കൊമ്പ് നീക്കിക്കളയുക. യൂദയെ ചെത്തി വെടിപ്പാക്കിയൊന്നുമില്ല, നീക്കിക്കളഞ്ഞു. പത്രോസിനെ ചെത്തി വെടിപ്പാക്കി. കാരണം അവനെ ശാസിച്ചാൽ, അവന് ശിക്ഷണം കൊടുത്താൽ അവൻ നന്നാകുമെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് അവനെ ശിക്ഷണം കൊടുത്തു. രണ്ടാമത്തെ കാര്യം, ഈ ചെത്തിയൊരുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കോപത്തിൽ ചെയ്യുന്ന കാര്യമല്ല, സ്നേഹത്തിൽ ചെയ്യുന്ന കാര്യമാണ്. ആൾക്കാർ ഇതിന് വിധേയപ്പെടാൻ മടിക്കുന്നതിന് കാര്യം, 95% ഞങ്ങൾ ശരിയാണല്ലോ, ഈ 5% വേണ്ടി ഞങ്ങളെ തന്നെ ചെയ്യണോ? അവിടെ ഒരുത്തിന് 5% കറക്റ്റ്, 95% മോശമായിട്ട് നടക്കുന്നല്ലോ എന്നൊരു മനോഭാവം വരുന്നത് കൊണ്ട് ചെത്തിയൊരുക്കുമ്പോൾ ദൈവത്തോടൊരു പിണക്കം വരും. അപ്പോൾ ദൂതിലൂടെ പ്രവാചകൻ കറക്റ്റ് ചെയ്യുമ്പോഴോ, സ്വപ്നത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കറക്റ്റ് ചെയ്യുമ്പോഴോ നിങ്ങൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വികാരം ദൈവത്തോടൊരു പിണക്കം. ഇത്രയും കാര്യം ശരിയായി, ഇത് ഒരെണ്ണമാണോ? പക്ഷെ ദാവീദിനെ നോക്കിക്കുക. ദാവീദിനെ പബ്ലിക്കായിട്ട് പ്രവാചകൻ ശാസിക്കുമ്പോൾ ഈ മനുഷ്യൻ അവിടെ തന്നെ മുട്ടിന്മേൽ വീഴുകയാണ്. ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയാനുള്ള ആ ഹൃദയ നൈർമല്യം ഈ മനുഷ്യനുണ്ടായിരുന്നു. ആസ എന്ന് പറയുന്ന രാജാവിന് യഹോവ എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തു, എത്ര വിജയങ്ങൾ കൊടുത്തു. പക്ഷെ അവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറഞ്ഞ പ്രവാചകനെ അവൻ ഉപദ്രവിച്ചു എന്നുള്ളതാണ്. ജനത്തിൽ പലരെയും അവൻ അന്ത്യകാലത്ത് ഉപദ്രവിച്ചു എന്ന് വചനത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആരംഭം സൂപ്പറായിരുന്നു, അവസാനം മോശമായിപ്പോയി. ദാവീദിനെ ദൈവം ഈ ചെത്തിയൊരുക്കിയ രീതി ശ്രദ്ധിച്ചോ? വളരെ സ്നേഹമായിട്ടാണ് ഇടപെട്ടത്, കഥ പറഞ്ഞിട്ടാണ് കറക്റ്റ് ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങൾ, കൈപ്പുള്ള മരുന്ന് കുടിക്കാത്ത കുഞ്ഞുങ്ങളെ മരുന്ന് കുടിപ്പിക്കുന്ന ഈ സിസ്റ്റം വീഡിയോയിൽ കണ്ടത്, ചെത്തിയ വാട്ടർമെലന്റെ താഴെ മരുന്ന് ടെപ്പി വെച്ചിട്ട് വാട്ടർമെലനകത്തൂടെ സ്ട്രോ ഇറക്കി നേരെ മരുന്ന് കുപ്പിയിലോട്ട് കൊടുക്കും, എന്നിട്ട് കൊച്ചിന്റെ വായി വെച്ച് കൊടുക്കും. എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞത്, അയാളുടെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അപ്പൻ ഇയാൾ അടിക്കുമായിരുന്നു. അടിക്കുമ്പോൾ വേദനയാണ്, കുറേ നേരം കരയുമെങ്കിലും 1-2 പ്രാവശ്യത്ത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, അടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടിക്ക് മുമ്പേ അപ്പനൊരു പൊതി മേടിച്ച് വെച്ചിട്ടുണ്ട്, പരിപ്പോടയും ഉഴുന്നുവടയും. അന്നത്തെ കാലത്ത് ഈ പരിപ്പോടയും ഉഴുന്നുവടയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രിയമാണ്, അത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെയാണ് കർത്താവും ചെത്തിയൊരുക്കുന്നത്. ചെത്തിയൊരുക്കുന്നതിൽ പിണക്കം തോന്നണ്ട എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഇത് ചെയ്യുന്നത് തികഞ്ഞ സ്നേഹത്തിലാണ്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകനിലൂടെ പറയുന്നത്, നിങ്ങളുടെ മുറിവെല്ലാം അങ്ങ് പഴുത്തിരിക്കുന്നു, അതൊന്ന് പഴുപ്പ് നീക്കി കളഞ്ഞിട്ടില്ല. ഈ പഴുപ്പ് നീക്കി കളയുന്ന പോലെയാണ് മുറിവിൽ നിന്ന്. അല്ലെങ്കിൽ എന്ത് പറ്റും? അവയവം നീക്കി കളയേണ്ടി വരും. അപ്പോൾ പഴുപ്പ് നീക്കി കളയുമ്പോൾ മുറിക്കേണ്ടി വരും, ചെറിയ സർജറി ചെയ്യേണ്ടി വരും, വേദന എടുക്കും. പക്ഷെ അത് നല്ലതിനാണ്. പക്ഷേ ചെയ്യുന്നവനോട് നമുക്കൊരു പിണക്കം തോന്നുക സ്വാഭാവികം. ജോബിന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ മുറിക്കുകയും മുറികെട്ടുകയും ചെയ്യുന്നു. അതാണ് ദൈവത്തിന്റെ രീതി. അവൻ ചെത്തി വെടിപ്പാക്കും. പിന്നീട് നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നതിനാൽ ലോകത്തിന് മുഴുവൻ, നിങ്ങളുടെ കുടുംബത്തിന് മുഴുവൻ, നിങ്ങൾ ഭാരപ്പെട്ട വിഷയങ്ങളിലെല്ലാം നിങ്ങളൊരു അനുഗ്രഹമായി മാറും. രണ്ടാമത്തെ ഈ വചനത്തിലെ പോയിന്റ് എന്ന് പറയുന്നത്, എന്നിൽ കായ്ക്കാത്ത കൊമ്പ്. അപ്പോൾ കായ്ക്കുന്ന കൊമ്പുകളുണ്ട്. ക്രിസ്ത്യാനി എന്നു പേരുള്ള എത്രയോ പേരുണ്ട്, കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അവരെല്ലാം ഫലം കായ്ക്കുന്നവരുണ്ട്. ആതുര സേവനം മോശം കാര്യമല്ല, ചെയ്യുന്നുണ്ട്. പരോപകാരം ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരോട് ദയ കാണിക്കുന്നവരുണ്ട്. പക്ഷെ കർത്താവിൽ ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു സഹായം ചെയ്യുന്നത് പോലെയല്ല. സഹായം ചെയ്യാത്തവരെക്കാൾ സഹായം ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ പ്രതിഫലമുണ്ട്. അത് വേറൊരു വശം. കരുണ കാണിക്കുന്നവന് കരുണ ലഭിക്കും. ഈ മറ്റുള്ളവരെ സഹായിക്കുകയും സാധുക്കളെ പുനരുദ്ധരിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക്, അവരുടെ മക്കൾക്കും അവരുടെ തലമുറകൾക്കെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടും. അതൊരു വശം. പക്ഷേ ഒരു ശിഷ്യനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അതല്ല. നിന്റെ സ്വന്തം ശക്തി കൊണ്ടോ നിന്റെ പ്രാപ്തി കൊണ്ടോ നീ മറ്റുള്ളവരെ സഹായിക്കുക,
മധുര സേവനം ചെയ്യുക, ദയ കാണിക്കുക, പൈസ കൊടുക്കുക, ഇതൊന്നുമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കർത്താവിലൊരുത്തൻ ചെയ്യുമ്പോൾ അത് അനുഭവിക്കുന്നവന് ഈ ഭൂമിയിലേക്കുള്ളതും, അതായത് ജീവനും ഭക്തിക്കുമുള്ളതാണ്. അതാണ് ദൈവത്തിന്റെ പാക്കേജ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ചേരുന്നതാണ്, ജീവനും ഭക്തിക്കും. ശിഷ്യൻ ചെയ്യുമ്പോൾ അവന്റെ ഈ ജീവിതത്തിന് വേണ്ടത് കൊടുക്കും, നിത്യതയിലേക്ക് പോകാനുള്ളതും കൂടെ ഉണ്ട്. 2 ടിക്കറ്റ് ഒന്നിച്ചാൽ കൊടുക്കുക. ഈ 2 ടിക്കറ്റും കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് തൽക്കാലത്തേക്കൊരു ആശ്വാസം കിട്ടുമെങ്കിലും മറ്റേ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് അവർ നിത്യനാശത്തിലേക്ക് പോകും. അപ്പോൾ ഒരു ശിഷ്യനിലൂടെ നടക്കുന്ന കാര്യം അവൻ്റെ സ്വന്തം മഹത്വമല്ല. നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യനാണെന്ന് ലോകമറിയുക എന്ന് പറഞ്ഞാൽ ആ ഫലം പുജിക്കുന്നവൻ യേശുവിൻ്റെ ശിഷ്യനാണ് ഇവരെന്നറിയുമ്പോൾ ആ പേരൊന്ന് ഹൃദയത്തിൽ സ്വീകരിക്കാനിടയാകും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. കണ്ടോ, നിങ്ങളുടെ ഒരു സൽപ്രവൃത്തി, നിങ്ങളുടെ ഒരു ഫലം വേറൊരുത്തിൻ്റെ ഹൃദയത്തിലേക്ക് യേശുവിന് പ്രവേശനം കൊടുക്കുന്നു. കർത്താവിന് എത്ര സന്തോഷം കൊണ്ടാണ് ഞാൻ ഈ മനുഷ്യർക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞിട്ട് മരിച്ചിട്ട് ഫലമുണ്ടായില്ലോ എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ അനുഗ്രഹം കിട്ടിയ മനുഷ്യന്, ഫലം കിട്ടിയ മനുഷ്യന് അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതാൻ ഇടവരുന്നത് കൊണ്ട് നിത്യതയിലേക്ക് ധൈര്യത്തോടെ പോകാം. ഏറ്റവും അധികം ആൾക്കാർ പേടിക്കുന്നത് എന്താണ്? മരണത്തെയാണ് പേടിക്കുന്നത്. പക്ഷെ വിശുദ്ധൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം മരണത്തെ ധൈര്യത്തോടെ നേരിടുന്നത് വിശുദ്ധന്മാരാണ്. കാരണം അവർക്ക് നിത്യതയെക്കുറിച്ചൊരു ഉറപ്പുണ്ട്. ഞങ്ങൾക്കവിടെ നിക്ഷേപമുണ്ട്, ഞങ്ങൾക്കവിടെ വീടുണ്ട്, ഞങ്ങൾക്കവിടെ അപ്പനുണ്ട്. അപ്പോൾ ഇവിടം വിട്ടുപോകാൻ പേടിയില്ലാത്ത ഒരു കൂട്ടത്തെ സൃഷ്ടിക്കുന്നു യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഫലം. വലിയ പഠിപ്പുള്ള മനുഷ്യർ ജീവിതത്തിൻ്റെ മുമ്പിൽ പകച്ചു നിന്നിട്ട് ആത്മഹത്യ ചെയ്തത് നമ്മൾ ന്യൂസിൽ കാണുകയാണ്. വലിയ വിദ്യാഭ്യാസമുള്ളവർ, അധികാരസ്ഥാനങ്ങളിരിക്കുന്നവർ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ കർത്താവ് പറയാണ്, നോക്കിക്കേ, ഇവിടെ ഒരു ചെറിയ കൂട്ടം, ചെറിയ കാര്യങ്ങളെന്ന് വിചാരിക്കുന്ന ചില സംഗതികളോട് ഇവർ പ്രതികരിച്ചപ്പോൾ, പോസിറ്റീവായി പ്രതികരിച്ചപ്പോൾ ഇവർ അസാധാരണക്കാരാകുകയും സാധാരണ മനുഷ്യരുടെ ലെവലിൽ നിന്ന് ഇവർ ഉയർന്ന് പറക്കുകയും പ്രതികൂലങ്ങളെ നോക്കി ചിരിക്കുകയും ചെയ്തു. ഇവർ പ്രതികൂലങ്ങളെ നോക്കി ചിരിക്കുക മാത്രമല്ല, പ്രതികൂലങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുകയും ചെയ്യും. ദുഃഖം എത്രയോ പേരെ നശിപ്പിച്ചു. പക്ഷെ അവിടെ ഒരു യേശുവിൻ്റെ ശിഷ്യൻ ചെല്ലുമ്പോൾ ആ ദുഃഖത്തിൻ്റെ മേൽ പിന്നൊരു ദുഃഖം വരാതെ വണ്ണം അവിടെ ദൈവം ചില മതിലുകൾ പണിയുകയാണ്. അനർത്ഥത്തിലേക്ക്, നാശത്തിലേക്ക് വീണു പോകേണ്ട ചില കുടുംബങ്ങൾ, അവിടെ ഒരു യേശുവിൻ്റെ ശിഷ്യൻ ഒരു റീറ്റൈനിങ് വാൾ പോലെ നിൽക്കുകയാണ്. അവർ വീണു പോകാതെ വണ്ണം ഇവനൊരു തടയണയായി നിൽക്കുന്നു. ഹല്ലേലൂയ. പ്രതിസന്ധിയിൽ, ഇല്ലായ്മകളിൽ, ജോലിഭാരത്തിൽ, സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന മനുഷ്യർക്ക്, ഭക്ഷണമില്ലാത്ത മനുഷ്യർക്ക് യേശുവിൻ്റെ ശിഷ്യൻ ചെല്ലുമ്പോൾ അവർക്ക് ഒരു തെളി നീരുറവയായി മാറുന്നു. അവനവർക്ക് ആഹാരത്തിനൊരു മാർഗമായി മാറുന്നു. അവനവർക്കൊരു ആശാകേന്ദ്രമായി മാറുന്നു. കർത്താവിൽ നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. യേശു കർത്താവിലാണ് ഏറ്റവും അധികം സാധ്യതകൾ. അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങളെന്ന് നമ്മൾ തോന്നുന്ന ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് കറക്റ്റ് ചെയ്യാൻ പറയും. കാരണം നിങ്ങളുടെ വഴി ഇടക്ക് വെച്ച് ബ്ലോക്ക് ആകാതിരിക്കാനാണ്. എല്ലാം ഉണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല മാർക്കുണ്ട്, മിടുക്കനാണ്. പക്ഷെ അവൻ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയാണ്, പുറത്തുള്ള മനുഷ്യരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യുന്നില്ല. അപ്പം എന്ത് ചെയ്യും? ഇവനെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറ്റും. അപ്പോൾ ഇവൻ പറയും, അപ്പം എൻ്റെ വീടടുത്തല്ലേ, എന്തിനാണ് എന്നെ ഹോസ്റ്റലിലേക്ക് മാറ്റുന്നത്? അപ്പം പറയത്തില്ല, അപ്പൻ്റെ മനസ്സിലുണ്ട് ഇവൻ ആൾക്കാരുമായിട്ട് ഇടപെടണം, ഇവനൊരു അമൂൽ ബേബിയെ പോലെ വളർന്നു വന്നാൽ നാളെ ജീവിത സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ പ്രതികൂലം വരുമ്പോൾ ഇവൻ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ മറ്റുള്ളവരുമായിട്ടൊക്കെ ഇടപെട്ട് ഒന്ന് മനസ്സൊക്കെ ഒന്ന് പാകപ്പെടുമ്പോൾ, ചില നിസ്സാര വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവൻ്റെ മനസ്സിന് ബലം വരും. ഇതാണ് ഈ ചെത്തിയൊരുക്കൽ എന്ന് പറയുന്നത്. കർത്താവ് ഹൃദയത്തെ ചെറുതായിട്ടൊന്ന് മുറിക്കും, മനസ്സിനെ ചെറുതായിട്ടൊന്ന് മുറിക്കും. പേടിക്കരുത്, അവൻ മുറിക്കട്ടും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ ഒരനുഗ്രഹമാകും. പ്രവാചകന്മാരെല്ലാവരും നോക്കിക്കും, മുറിയപ്പെട്ടവരാണ്. പക്ഷെ അവരിലൂടെയാണ് ദൂതുകളെല്ലാം വന്നത്. ദൈവം സംസാരിച്ചതെല്ലാം അവരിലൂടെയാണ്. അതുകൊണ്ടാണ് മുറിയപ്പെട്ടവർക്ക് അവർ ഒരാശ്വാസമായി തീർന്നത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൃപ നൽകട്ടെ, വർദ്ധിപ്പിക്കട്ടെ, മാനിക്കട്ടെ. ആമേൻ.